പീപ്പിൾസ് അക്കാഡമി ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. 2026 ഫെബ്രുവരി 24, അതായത് ഇന്നേ ദിവസം കേരള ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ജനറൽ വിഭാഗം ഉദ്യോഗാർത്ഥികളുടെ പരമാവധി പ്രായപരിധി 36 നിന്ന് 40 ഉയർത്തിയ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കാം, 36 ഉയർന്ന പ്രായപരിധി 36 ആയിരുന്നത് 40 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ST വിദ്യാർത്ഥികളുടെ പ്രായപരിധി 45 വർഷമായിട്ട് ഉയർത്തിയിരുന്നു. 45 വർഷമായിട്ട് ഉയർത്തി. OBC വിദ്യാർത്ഥികൾക്ക് 43 വരെ അപേക്ഷിക്കാൻ പറ്റും. 43 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. പ്രായപരിധി 43 വരെ അപേക്ഷിക്കാൻ കഴിയും. ശ്രദ്ധിക്കുക. അടുത്ത ഓരോ വിഭാഗങ്ങളും നമുക്ക് വേർതിരിച്ച് നോക്കാം. ഒന്നാമത് ജനറൽ വിഭാഗത്തിന് 40 വയസ്സ് വരെ എഴുതാൻ കഴിയും. 36 ആയിരുന്നത് 40 വയസ്സായിട്ട് മാറി. ST വിഭാഗത്തിന് 45 വയസ്സ് വരെ എക്സാം എഴുതാൻ കഴിയും. OBC വിഭാഗത്തിന് 43 വയസ്സ് വരെ എന്ത് ചെയ്യാം, എക്സാം എഴുതാൻ കഴിയും. കേരള PSC എക്സാം. അടുത്ത KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ സ്ട്രീം 1 21 വയസ്സ് 32 വയസ്സ് വരെ. സംവരണ വിഭാഗങ്ങൾക്ക് ഇളവോടെ എക്സാം എഴുതാൻ കഴിയും. 21 വയസ്സ് വരെ 32 വയസ്സ് വരെ KAS. അടുത്ത ശ്രദ്ധിക്കാം, വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്ന വർഷത്തെ ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം നിർണ്ണയിക്കുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഉയർന്ന പ്രായപരിധി വർദ്ധിപ്പിക്കാനുള്ള ജസ്റ്റിസ് KV കോശി, അതൊരു PSC ചോദ്യമായിട്ട് വരും. ജസ്റ്റിസ് KV കോശി കമ്മീഷന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ നിയമസഭ തീരുമാനമുണ്ടായത് എന്നുകൂടി ഓർത്തു വയ്ക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വിവരങ്ങളെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രായപരിധിയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്, കൃത്യമായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കെല്ലാം ഈ അറിവ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രായപരിധി കൂട്ടിയെന്ന് പറഞ്ഞ് പഠനത്തിൽ കുറവുണ്ടാവരുത്. എത്രയും പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടി ശ്രമം ഉണ്ടാവുക. താങ്ക് യു.